പാട്ടും കൂത്തും 58 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മൾ ക്രൂശിക്കപ്പെടുകയും പിന്നീട് ആ തെറ്റ് നമ്മളല്ല ചെയ്തത് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു അപ്പോളജി ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കി തെറ്റിപ്പോയതാണ് കേട്ടോ, നമ്മളൊന്നും വിചാരിക്കരുത്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾക്ക് വന്നു പോയതാണ്. അപ്പോഴുള്ള മനസ്സിലൊരു സുഖമുണ്ട്. അത് നിങ്ങളാരെയും അനുഭവിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ ആദ്യം പ്രതികരിക്കാൻ പോയാൽ ആ സുഖം കിട്ടില്ല. ഒരു കാര്യം, ഒരു തെറ്റ് സംഭവിച്ചു, അത് ഞാനാണ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മളത് പ്രതികരിക്കാൻ പോകുന്നു. അത് ഒരിക്കലും ഞാനല്ല കേട്ടോ ചെയ്തത്, നിങ്ങൾ തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തർക്കിച്ച് അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് മിക്കവാറും ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് നമ്മളങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാതെ അതെന്താ വരിക എന്ന് നോക്കി നിൽക്കുക. എന്നിട്ട് അവസാനം അതിൻ്റെ കുറ്റപ്പെടുത്തിയ ആളുകൾക്ക് തന്നെ അതിൻ്റെ ഒരു ബോധ്യം വരും, അത് ഇയാളല്ല ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹമല്ല അത് ചെയ്തത് എന്നുള്ള ഒരു ബോധ്യം വരുമ്പോൾ അയ്യോ ഞങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി എന്ന് മനസ്സിൽ നിന്ന് തോന്നുകയും ആ തോന്നലിൽ നിന്ന് ഉണ്ടാകുന്ന നമ്മളെ നേരെ ഉണ്ടാകുന്ന ഒരു വിചാരം ഉണ്ടല്ലോ, അപ്പോൾ അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അതിൻ്റെ ഒരു ഉള്ളിൽ നമുക്കൊരു വളരെയധികം ഒരു സുഖം ഉണ്ടാവും. അപ്പം അങ്ങനെ ആ സുഖം മിക്കവാറും പല ആളുകളും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ പല ആൾക്കാരും അതിനെ എതിർത്ത് അപ്പം തന്നെ സ്ഥാപിച്ചെടുക്കാനാണ് നോക്കുക. അപ്പം ശരിക്കും ഈ പ്രപഞ്ച ശക്തികൾ നമ്മളെ ഇത്തരത്തിലുള്ള ഈ പ്രകടനങ്ങൾക്കൊക്കെ വളരെയധികം ശക്തി തരും. അപ്പം അതിനങ്ങനെ പ്രതികരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ആത്മബലം വേണം. അപ്പോൾ ശരിക്കും ആത്മാവിൻ്റെ സ്ഥാനം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ടല്ലോ, പക്ഷെ പറയപ്പെടുന്നത് നമ്മളെ പ്രകൃതിയുടെ ഈ രണ്ട് പുരികത്തിന് മധ്യത്തിലുള്ള ഈ സ്ഥലത്താണ് ആത്മാവിൻ്റെ സ്ഥാനം എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെങ്കിലും നിങ്ങൾ ആരാണ്, നീ ആരാണ് എന്നൊരാളോട് ചോദിച്ചാൽ ഞാൻ ഇന്ന അശോകനാണ് അല്ലെങ്കിൽ അബൂബക്കറാണ്. അത് ഈ അശോകൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് മഞ്ചേരിയാണ്. മഞ്ചേരി ആരുടെ വീട്ടുപേരെന്താണ്? അങ്ങനെ ചോദിച്ച് അച്ഛൻ, അമ്മ, മറ്റു ബന്ധുക്കൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളെയൊക്കെ നമ്മൾ അറിയുന്ന ആളായിരിക്കും. അപ്പം എന്നാലും അവരോടിലൂടെയാണ് നമ്മുടെ ഒരു അസ്തിത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പക്ഷേ ആത്മാവ് നമ്മളൊരു മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരണപ്പെട്ടാൽ പിന്നെ ഇയാൾ മരിച്ച ആളെ എപ്പോൾ കൊണ്ടുവരും എന്നുള്ളതിന് പകരം അയാളെ ബോഡി എപ്പോൾ എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലേ? എത്ര ഉന്നതനായാലും എത്ര തന്നെ കഴിവുള്ള ആളായാലും പിന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം മാത്രമായി. ആ ബോഡി എപ്പോഴാണ് എത്തുക എന്ന് പറയണേ, ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോരാനാണ് ആൾക്കാർ പറയുന്നത്. എപ്പോഴാണ് കഴിയുക, എപ്പോഴാണ് എത്തുക? അപ്പം ശരിക്കും ആത്മാവ് അല്ലെങ്കിൽ ജീവൻ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ സത്തുപോയി എന്നൊക്കെ പറയാറുണ്ട്. സത്തുപോയി എന്നുള്ളതിൻ്റെ ശരിക്കും സത്തുപോയി, സത്ത പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. സത്ത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജീവൻ പോയി. ബ്രിട്ടനിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു പരീക്ഷണം നടത്തി. കാരണം ഒരാൾ മരണപ്പെടുമ്പോൾ എന്തോ ഒന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ സംഭവിക്കുന്നു എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില്ലുകൂട്ടിൽ അടച്ചു എന്ന്. അപ്പോൾ ആ ചില്ലുകൂട്ടിൽ ചെറിയൊരു പൊട്ടൽ പോലെ, ചെറിയൊരു ക്രാക്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു വിള്ളൽ പോലെ വന്നു. അപ്പോൾ ആ വിള്ളൽ വന്നെന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് പുറത്തേക്ക് പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ശാസ്ത്രീയമായി പറയുമ്പോൾ നമ്മുടെ സിസ്റ്റംസൊക്കെ മെല്ലെ മെല്ലെ നിന്നിട്ട് സെല്ലുകളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ വീക്കായി, അങ്ങനെയെങ്കിൽ അതിൻ്റെ സംവേദനക്ഷമത എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ അങ്ങനെ ഡീജനറേഷൻ വന്ന് അങ്ങനെയാണല്ലോ ശരിക്കും ഈ മരണം എന്നുള്ള സംഭവം വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുവരെ ജീവനുള്ളൊരു സാധനത്തിന് പെട്ടെന്ന് ഈ ജീവൻ എന്നൊരു സാധനം പോവുകയാണ്, അല്ലെങ്കിൽ ആത്മാവ് എന്ന സാധനം പോവുകയാണ്. അപ്പോഴാണ് ഇത് ജീവനില്ലാത്ത അല്ലെങ്കിൽ ശവമായി മാറുക. ജീവനുള്ള സാധനത്തിന് ജീവൻ പോയി കഴിഞ്ഞാൽ ശവം എന്നാണ് പറയുക. അപ്പോൾ ശരിക്കും നമ്മൾ ആത്മാവിൻ്റെ ബലമുണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ പ്രതിരോധിക്കാനും അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആത്മബലം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഒരു അനുഭവം ഉള്ള ആളുകൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളും കൂടി ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്.
അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.